ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഒരു വീട് പണി കഴിഞ്ഞിട്ട് നിർഭാഗ്യവശാൽ അവർക്ക് ആ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തോ സാഹചര്യത്താൽ പറ്റിയില്ലെങ്കിൽ തേച്ച് കിടക്കുന്ന ഒരു വീടോ തേക്കാണ്ട് കിടക്കുന്ന ഒരു വീടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പായൽ പിടിക്കും. ബാത്റൂമിൻ്റെ അടുത്തൊക്കെ അടിക്കില്ലേ, അടിച്ച് പല ആൾക്കാർ പെയിന്റ് പൊളിഞ്ഞു പോയിരുന്നു, പെയിന്റ് പൊളിഞ്ഞു കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഗ്യാരണ്ടി കിട്ടിയില്ല എന്നും പറയാറുണ്ട്. യെസ്, അതൊരു നല്ലൊരു പോയിന്റാണ്. ഈ ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ ആ പെയിന്റ് മാനുഫാക്ചറർ പറഞ്ഞിരിക്കുന്ന കുറേ കണ്ടീഷൻസ് നമ്മൾ അഡിയർ ചെയ്യേണ്ടതുണ്ട്. വീടെന്ന സ്വപ്നത്തിൻ്റെ ടൈമാണ്. സത്യം പറഞ്ഞാൽ വീടെന്ന സ്വപ്നം എന്ന എപ്പിസോഡ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ത്രില്ലടിക്കുന്ന നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു. കാരണം നമ്മുടെ വീട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീട് പണിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ സിറ്റുവേഷനിലും ഓരോ കാര്യങ്ങൾക്ക് സംശയം വരുമ്പോൾ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. വീഡിയോയിൽ എന്താണോ പവൻ പറഞ്ഞത് അത് നോക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ നമുക്ക് വരുന്ന ആളുകളുടെ അഭിപ്രായവും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ വീട് വെച്ച സമയത്ത് ഉപകാരപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീടെന്ന എപ്പിസോഡിൽ നമ്മൾ എൻ്റെ വീട് വെക്കുന്നത് നമ്മൾ വീഡിയോ ആക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരാൾ ചോദിച്ചേ, അത് നിങ്ങളോട് പറയാൻ ഞാൻ മറന്നേ, നിങ്ങൾ കുറേ നാളായിട്ട് കുറേ പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തിയില്ലേ, അത് നിങ്ങളുടെ വീടുകൾ ഉപയോഗിച്ച് അന്തസ്സ് കാണിക്കുമോ? അന്തസ്സ് കാണിക്കും. ഞാൻ എന്തായാലും അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഓഡിയൻസിനോട് ചെയ്യുന്ന ഒരു ചെറ്റത്തരമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വീടും ഒരു ലൈബ്രറി ആണോ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ശരിയല്ലേ? ദേഹം വെക്കണം, അല്ലാണ്ട് പിന്നെ ആരും വെക്കാൻ. എന്നോട് ഓരോ ചോദിച്ചേ പവനില്ലേ, ഞാൻ ഒരു പവനില്ലാതെ എന്ത് കഥ, എൻ്റെ ഭാഗ്യം. അപ്പോൾ നമുക്കേ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ ചെയ്തൊരു വീഡിയോ മില്യൺസ് ഓഫ് ആൾക്കാർ പ്ലംബിംഗ് റിലേറ്റഡായിട്ട് കണ്ടായിരുന്നു അല്ലേ. നമ്മളെ കുറെ ആൾക്കാർ സ്നേഹത്തോടുകൂടി എന്തൊക്കെയോ പറഞ്ഞു. വായിച്ചില്ല, ഞാൻ വായിച്ച് പിന്നെ പറയാം. അപ്പോൾ ഇന്ന് നമുക്കേ ഇത് ഓൾമോസ്റ്റ് ഫിനിഷിങ് പ്രോസസ്സിലേക്ക് പോകുന്നു. ഒരു പെയിന്റിങ്ങിന്റെ ഒരു ഹെൽപ്പ്, ഒരു പക്ഷേ പെയിന്റിംഗ് റിലേറ്റഡ് നമ്മൾ ഒരു പക്ഷേ എപ്പിസോഡ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും പെയിന്റിംഗ് റിലേറ്റഡ് ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്തേക്കാം. അകത്താണ് ആദ്യം അടിച്ച് പുറത്താണ്? ഓക്കെ, അപ്പൊ നിങ്ങളുടെ അറിവ് പറ. ഒരു വീട് ചെയ്യുമ്പോൾ പെയിന്റിങ് അകത്ത് ചെയ്യണോ പുറത്ത് ചെയ്യണോ? ആദ്യം ഏതാ ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് മഴയും വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പണി, ഇന്ന് മഴയല്ലേ അകത്തടിച്ചേക്കാം, അല്ലെങ്കിൽ ഇന്ന് വെയിലുണ്ടെന്ന് പുറത്തടിച്ചേക്കാം എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ. ഞാനൊരു സാധാരണക്കാരനാണല്ലോ, സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. എനിക്ക് പെയിന്റിംഗ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആസ് എ എഞ്ചിനീയർ പോയിന്റ് ഓഫ് വ്യൂ അകത്താണോ ആദ്യം അടിക്കേണ്ടത് പുറത്താണോ? ഓക്കെ, ടെക്നിക്കലി ഇങ്ങനെ പറയാം. ഈ എക്സ്റ്റേണൽ പെയിന്റിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം വൈകി ചെയ്യാമോ അത്രത്തോളം വൈകി ചെയ്യണം. പുറത്തടിക്കുന്നത് ലാസ്റ്റ് ആയിരിക്കണം. ഏറ്റവും വൈകിയേ ചെയ്യാവുള്ളൂ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കും IS കോഡിനും ഒക്കെ ഉള്ളത്. എൻ്റെ റീസൺ എന്താണെന്ന് പറയാം. നമ്മളിപ്പോൾ സാധാരണ ഭിത്തി കെട്ടുന്നത് ഇഷ്ടിക വെച്ചിട്ടോ കോൺക്രീറ്റ് കട്ട വെച്ചിട്ടോ മറ്റേതെങ്കിലും ഇത് വെച്ചിട്ടായിരിക്കും. ഇതെല്ലാം വെള്ളം കൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസ് ആണ് അല്ലേ, മോയ്സ്ചർ വെച്ചുണ്ടാക്കുന്ന. നമ്മൾ അതോടൊപ്പം എപ്പോഴും പറയാറുണ്ട് ക്യൂറിങ് ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ക്യൂറിങ് ചെയ്ത നനഞ്ഞ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ വെച്ച് നമ്മുടെ മതിലുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഇത് എൻവയോൺമെന്റിൽ നിന്ന് വെയിൽ കൊണ്ട് ഇതിൻ്റെ അകത്തെ ഈർപ്പം മൊത്തം പോയതിന് ശേഷം മാത്രമേ പെയിന്റ് ചെയ്യാവുള്ളൂ. ഐഡിയലി ഇത്രേ വരാവുള്ളൂ. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം, മഴ പെയ്യുന്ന സമയമാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും മഴയൊക്കെ തുടങ്ങും. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് മാർച്ചിൽ വീട് പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂൺ ആകുമ്പോഴേക്കും മഴ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ എടുക്കുന്ന ഒരു ജഡ്ജ്മെന്റ് കോള്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ എന്ന് പറയുന്ന സാധനം വെച്ച് ഒരു കാരണവശാലും നമുക്ക് എക്സ്റ്റേണലിൽ പെയിന്റിങ് ചെയ്യാൻ പറ്റില്ല. പെയിന്റിങ് ചെയ്യുമ്പോൾ, ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല, പെയിന്റിങ് ചെയ്യുമ്പോൾ ഒരിക്കലും അറ്റ്മോസ്ഫിയറിൽ മോയ്സ്ചർ ഉണ്ടാവരുത്, എന്നാലേ മഴ ഉണ്ടാവരുത്. മഴ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെയിന്റ് അടിക്കുന്നത്, എക്സ്റ്റേണൽ പെയിന്റിങ് ചെയ്യുന്നത് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കുവാണ്, ഇപ്പം നമ്മൾ എക്സ്റ്റേണൽ പെയിന്റിങ് ചെയ്താൽ മഴയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടും, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം എക്സ്റ്റേണൽ പെയിന്റിങ് മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ചെയ്താലോ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഡിലേ ചെയ്യാമോ അത്രത്തോളം ഡിലേ ചെയ്യണം. പക്ഷേ മഴ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മഴയ്ക്ക് മുന്നേ ഈ സാധനം ചെയ്ത് തീർക്കുകയും വേണം.
ഓക്കെ. അപ്പോൾ ഒരു പ്രോജക്റ്റിന്റെ സിറ്റുവേഷൻ എന്താണ്, അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ എന്ത് ചെയ്തു, അതനുസരിച്ചാണ് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ തീരുമാനിക്കേണ്ടത് എപ്പോൾ എക്സ്റ്റേണൽ പെയിന്റിങ് ചെയ്യണം എന്നുള്ളത്. പെയിന്റ് വാങ്ങിക്കുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ടോ ആക്ച്വലി? ഓക്കെ, കുറേ ഉണ്ട്. അതൊരു കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കടലാണോ? ഞാൻ ആദ്യം ഇങ്ങനെ ചോദിക്കട്ടെ, ഇപ്പൊ അതെ, എന്താണ് പെയിന്റിങ്ങിന്റെ പർപ്പസ്? വൈ പെയിന്റിങ്? എന്നോട് ചോദിക്കാനല്ലേ. പെയിന്റ് അടിച്ചാൽ ഭംഗി കിട്ടും, നല്ല രസം ഉണ്ടാവും. മൊത്തം ഒരു വീട് പണിയുമ്പോൾ ഒരു പെയിന്റ് അടിച്ച വീട് കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് അല്ലേ ഫീൽ ഉണ്ട്. അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ പെയിന്റിങ്. ഓക്കെ, ഭാഗികമായി ശരിയാണ്, ഭാഗികമായി ശരിയാ. പക്ഷെ നമ്മളൊരു സയന്റിഫിക്കലി നോക്കുമ്പോൾ ഏറ്റവും പ്രൈം പർപ്പസ് എന്ന് പറയുന്ന ഡെക്കറേഷൻ അല്ല. ഇതിന് നമ്മൾ പറയുന്ന പേര് ഡെക്കറേറ്റീവ് പെയിന്റ്സ് എന്നാണ്. ഓക്കെ, ഡെക്കറേഷൻ അല്ല പെയിന്റിന്റെ പ്രൈമറി പർപ്പസ്. പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സർഫസ് ആണ്. പ്രൊട്ടക്ട് ചെയ്യുക, സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് തേച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം, ആ തേച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എക്സ്റ്റേണൽ കണ്ടീഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പെയിന്റിന്റെ പ്രൈമറി പർപ്പസ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പായലെ വിടാ പൂപ്പലെ വിടാ എന്നൊക്കെ പറഞ്ഞുള്ള അഡ്വർടൈസ്മെന്റ് കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഒരു വീട് പണി കഴിഞ്ഞിട്ട് നിർഭാഗ്യവശാൽ അവർക്ക് ആ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തോ സാഹചര്യത്താൽ പറ്റിയില്ലെങ്കിൽ, തേച്ച് കിടക്കുന്ന ഒരു വീടോ തേക്കാണ്ട് കിടക്കുന്ന ഒരു വീടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പായൽ പിടിക്കും. ഒരു 2-3 മാസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അതിന് മൊത്തം പായൽ പിടിച്ച് ആകെ അലമ്പായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാ പെയിന്റ് സാധാരണ എങ്ങനെയാ? പെയിന്റ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തേക്ക് ആദ്യത്തെ പെയിന്റ് കഴിഞ്ഞാൽ പെയിന്റ് ചെയ്യണ്ട, 3-4 കുറേയും കൂടെ വൃത്തിയായിട്ട് അത് കിടക്കും. എന്നുവെച്ചാൽ ഭിത്തി അതുപോലെ കുറേയും കൂടെ എക്സ്റ്റേണൽ കണ്ടീഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. പ്രൈമറി പർപ്പസ് അതാണ്. അത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പ്രൈമറി പർപ്പസ് കഴിഞ്ഞിട്ട് വരുന്ന ഒബ്വിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന്റെ ഭംഗി സംഭവം. ഈ പെയിന്റിനൊക്കെ ഗ്യാരണ്ടി ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഓരോ ബ്രാൻഡുകളും ആ ബ്രാൻഡിന്റെ ഉള്ളിൽ ഉള്ള ഓരോ വേരിയന്റിനും ഇതിന്റെ ഗ്യാരണ്ടീസും മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ട് പോകുന്ന ഒരൊറ്റ ബ്രാൻഡാണ്, ബ്രാൻഡിന്റെ പേര് പറയുന്നില്ല. ആ ബ്രാൻഡിന് തന്നെ ഒരു കുറെ വെറൈറ്റീസ് ഓഫ് പെയിന്റുകളുണ്ട്. അതിൽ ഓരോ വെറൈറ്റിക്കും ഓരോന്നാണ് ഗ്യാരണ്ടി വരുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മളുടെ ഈ വാട്ടർ പ്രൂഫിങ് നമ്മുടെ ബാത്റൂമിന്റെ അടുത്തൊക്കെ അടിക്കില്ലേ, അടിച്ച് പല ആൾക്കാർ പെയിന്റ് പൊളിഞ്ഞു പോയിരുന്നു, പെയിന്റ് പൊളിഞ്ഞു കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് അങ്ങനെ പെയിന്റ് പൊളിഞ്ഞു പോരുന്ന അപ്പൊ അവർ പറഞ്ഞിട്ട് ഗ്യാരണ്ടി കിട്ടിയില്ല എന്നും പറയാറുണ്ട്. യെസ്, അതൊരു നല്ലൊരു പോയിന്റ് ആണ്. ഈ ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ ആ പെയിന്റ് മാനുഫാക്ചറർ പറഞ്ഞിരിക്കുന്ന കുറേ കണ്ടീഷൻസ് നമ്മൾ അഡിയർ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് പെയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചോദിച്ചില്ല. ഒരു മെയിൻ പോയിന്റ് ഇതാണ്. നിങ്ങളിപ്പോൾ ഒരു എക്സ്റ്റേണൽ ഗ്രേഡ് പെയിന്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റേണൽ ഗ്രേഡ് പെയിന്റിന്റെ ഗ്യാരണ്ടി ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഒട്ടനവധി കണ്ടീഷൻസ് ഉണ്ട്. ചില ബ്രാൻഡുകൾ പറയും അവരുടെ ഓതറൈസ്ഡ് ആപ്ലിക്കേറ്റർ പെയിന്റ് ചെയ്താൽ മാത്രമേ ഗ്യാരണ്ടി തരുള്ളൂ എന്ന് പറയും. മനസ്സിലായി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കടയിൽ പോയി നല്ല വില കൊടുത്ത് 7 കൊല്ലം ഗ്യാരണ്ടിയോ 10 കൊല്ലം ഗ്യാരണ്ടിയോ ഉള്ള ഒരു പെയിന്റ് മേടിച്ചു എന്നുള്ളൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ആ ഗ്യാരണ്ടി കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഗ്യാരണ്ടി കണ്ടീഷൻസ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഗ്യാരണ്ടി കണ്ടീഷൻസ് വെച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടി കിട്ടിയ ചരിത്രവും ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന കേസുകളും ഉണ്ട്. നമ്മുടെ തന്നെ പ്രോജക്റ്റിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഗ്യാരണ്ടി എന്തോ ഒരു പ്രശ്നം വന്നു, അവരതിന്റെ മാന്യമായിട്ട് അത് ചെയ്തു. ഓക്കെ, ബ്രാൻഡിന്റെ പേര് എഗെയിൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയണ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ പലർക്കും എപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർ കടയിൽ പോയി വില കൂടിയ ഒരു സാധനം അവർ മേടിക്കും. ആ സാധനത്തിൽ അവരുടെ മനസ്സിലുള്ള തോട്ടം എന്ന് പറഞ്ഞാൽ ഇതിന് 10 കൊല്ലം ഗ്യാരണ്ടി കിട്ടും എന്നുള്ളതാണ്. 10 കൊല്ലം ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ അവരുടെ എല്ലാ കണ്ടീഷൻസും അഡിയർ ചെയ്യണം. അതിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി വരുന്ന അവരുടെ ഓതറൈസ്ഡ് ആപ്ലിക്കേറ്റർ ചെയ്യണം എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മളിപ്പോ പെയിന്റ് വാങ്ങിച്ച് 10 വർഷം വാറണ്ടിയുള്ള പെയിന്റ് വാങ്ങിച്ചൊന്നും കാര്യമില്ല. അതിന്റെ ഗൈഡ് ലൈൻസ് നമ്മൾ കംപ്ലീറ്റ്ലി റീഡ് ചെയ്യണം. പിന്നെ അതുപോലെ അതിന് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ഗ്യാരണ്ടി കിട്ടില്ല. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും അവർ പറയാറുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും നമ്മൾ അഡിയർ ചെയ്യണം. അവർ വന്നൊരു ഓഡിറ്റ് നടത്തും. നമ്മളിപ്പോൾ ഗ്യാരണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്നൊരു ഓഡിറ്റ് നടത്തും. ഈ ഓഡിറ്റിൽ അവർ ചെക്ക് ചെയ്യും ഇങ്ങനെ ഈ എവിടെയാണ് വെള്ളത്തിന് പെയിന്റിന് പ്രശ്നം വന്നിരിക്കുന്നത്, അവിടെ വെള്ളം ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഗ്യാരണ്ടിയിലേക്ക് വരിക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇനി വേറെ എന്തെങ്കിലും നമ്മുടെ ആളുകൾക്ക്
കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ ഈ എക്സ്റ്റേണൽ പെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയണമെങ്കിൽ? ഇതിൽ എക്സ്റ്റേണൽ പെയിൻറ്റിൽ എനിക്കെപ്പോഴും പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എൻജിനീയർ എന്ന നിലയിൽ നമ്മളിപ്പോഴും പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നേരെ പോയി പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഇതിൻ്റെ ഒരു അനാലിസിസ് നമ്മളിവിടെ നടത്തും. ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളം വന്ന് ഇരിക്കാനുള്ള സാഹചര്യം എവിടെയാണുള്ളത്, വെള്ളം വരാനുള്ള സാഹചര്യം. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഈ ഒരു വാളില്ലേ, മുമ്പിൽ കാണുന്ന ഈ ഒരു വാള്, ഇത് ഫുള്ളും ഫ്രണ്ടിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തു. ഇവിടെ ചെയ്തേക്കുന്നത് അല്ലേ? കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫിങ് ആദ്യമേ ചെയ്തു. അത് ഇച്ചിരി അധികം കോസ്റ്റ് കൊടുത്ത് ചെയ്തു. കാരണം ആ ഏരിയയിലേക്ക് ഒത്തിരി അധികം വെള്ളം വരാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നലായിരുന്നു. മനസ്സിലായി. അപ്പൊ അത് ഞാനാകുന്ന എഞ്ചിനീയറിന്റെ ഒരു കോളാണ് അവിടെ അത് ചെയ്യണം. കാരണം അതല്ലെങ്കിൽ ഭിത്തിയിലേക്ക് കൂടുതൽ നനവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ആദ്യം അത് ചെയ്തതിന് ശേഷമാണ് പെയിന്റിങ്ങിലേക്ക് നമ്മൾ കടന്നത്. ഓക്കെ, ജസ്റ്റ് എക്സ്റ്റേണലി മൊത്തം ഒരു പെയിന്റ് അടിച്ച് വെച്ചു എന്ന് പറയുന്നത് കൊണ്ട് ആ ക്ലയന്റിനോട് നമ്മൾ നീതി കാണിക്കുന്നില്ല. ഇതിന്റെ ഒരു അനാലിസിസ് നടത്തി വെള്ളം ഡയറക്റ്റ് മഴ വന്ന വീഴും അല്ലെ, കുത്തി കുത്തി കാറ്റടിക്കും. ഇതിന്റെ സ്ട്രക്ചറിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിന്റെ ഒരു ഡിസൈൻ അനുസരിച്ച് അങ്ങനെ വീഴാൻ സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, വീണോട്ടെ. അപ്പൊ അതിനെന്താ സൊല്യൂഷൻ? അതാണ് അടുത്ത ചോദ്യം. അപ്പൊ നമ്മൾ ഇതുപോലെ വേറെ എന്തെങ്കിലും വാട്ടർ പ്രൂഫിങ് അല്ലെങ്കിൽ അതുപോലെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള വേറെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കും. സാധാരണ പെയിന്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ അവർ കുറേ ഇങ്ങനെ കാർഡ് ഇങ്ങോട്ട് ഇടും. അപ്പോൾ ഒബ്വിയസ്ലി കാർഡ് ഇടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഇതടിച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞിട്ട് അത് മിക്സ് ചെയ്ത് പോരാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അതല്ല നിങ്ങൾ പറയാൻ പോയത്? അതെ, യെസ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പെയിന്റ് എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ സെലക്ട് ചെയ്യുന്ന പെയിന്റിന്റെ ഒരു വീപ്പ് അവിടെ ഇരുന്നിട്ട് ആ വീപ്പ് നമുക്ക് കൊണ്ടുപോയി തരുമല്ല. അല്ലല്ല, ഇത് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു കളർ മിക്സിംഗ് ആണ്. കളർ മിക്സിംഗ് ആണ്. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇന്ന് എല്ലായിടത്തും തന്നെ കമ്പ്യൂട്ടറൈസ് ചെയ്ത് മിക്സ് ചെയ്ത് വരുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു സ്മാർട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഒരു സാമ്പിൾ കൊണ്ടുവന്ന് അടിച്ച് നോക്കണം. നമ്മളൊരു 2 or 3 നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം, നമ്മൾ ഫാമിലി ആയിട്ട് ചെന്നു, നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു 3 or 4 വെറൈറ്റി പെയിന്റ് ഉണ്ടെന്നിരിക്കട്ടെ, അത് ഭിത്തിയിൽ കൊണ്ടുവന്ന് അടുപ്പിക്കുക. ഓക്കെ, അടിച്ചു കഴിഞ്ഞ് അടുത്ത കാര്യം, ഒരു ദിവസം 3 നേരമെങ്കിലും വന്ന് നോക്കണം. ഓരോ കളർ ചേഞ്ചിൽ എന്താ ഫീലിംഗ് വരുന്നത്. രാവിലെ വരുമ്പോൾ ഉള്ള കളർ ചേഞ്ച്, ഉച്ചയ്ക്ക്, വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ആണ്. എന്നിട്ട് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ഫൈനൽ പെയിന്റിലേക്ക് പോകാവൂ. ഇതെന്ത് സംഭവിച്ചറിയോ? ഇത് നോർമലി സാധാരണ ആൾക്കാർ പെയിന്റ് വാങ്ങിക്കും, പോയി അടിക്കും, കണ്ടത്രയും ഒരു മൂഡില്ല, വൈബ് ശരിയായില്ല എന്നുള്ള രൂപത്തിലേക്ക്. അത് നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ വരാറുള്ളൊരു കമന്റ് അത് ആണല്ലേ? അതെ, യെസ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും നമ്മുടെ ആളുകൾ, ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ആളുകൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ടേക്ക് അവേ ഞാൻ മനസ്സിലാക്കുന്നത്, പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഭംഗി എന്ന് പറഞ്ഞ സാധനം മാത്രമല്ല അല്ലേ, നമ്പർ 1. നമ്പർ 2, പെയിൻറ്റ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതായത് പെയിൻറ്റ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ജസ്റ്റ് അവിടെ പോയി സാമ്പിൾ എടുത്ത് അടിച്ചു നോക്കി ഭിത്തിയിൽ അടിക്കുക മാത്രം പോരാ, രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒന്ന് കയറി ഒരു ഫീലിംഗ് അല്ലേ? അത് ചിലർക്ക് അങ്ങനെ ഒരു ഇത് വേണ്ടി വരാറുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് വിട്ടുപോയി. അതായത് നമ്മൾ ഈ പെയിന്റിങ് ചെയ്യുമ്പോഴേ, എക്സ്റ്റേണൽ പെയിന്റിങ് ചെയ്യുമ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, പുട്ടി അടിക്കണോ വേണ്ടോ? പുട്ടി അടിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താ? പുട്ടി അടിക്കണ അങ്ങോട്ട് ഫിനിഷ് ഉണ്ടാവുള്ളൂ. പുട്ടി അടിക്കണമല്ലോ. നിങ്ങൾ നമ്മളോട് പുട്ടിയൊക്കെ അടിക്കുമല്ലോ അല്ലേ? പുട്ടി അടിക്കുക എന്നുള്ളതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാലോ? ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുട്ടി അടിക്കുന്നതിൻ്റെ പർപ്പസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇത് ലെങ്തായി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മളിവിടെ കട്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇവിടുന്ന് സ്വപ്നം മുന്നോട്ട് പോകുന്നു. എൻ്റെ വീട് കറക്റ്റ് സമയത്ത് പണിയുന്ന മഹാനാണ് ഇദ്ദേഹം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വീണ്ടും കാണാം. താങ്ക് യു. ബൈ.